ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം അതിൻ്റെ 38 അധ്യായമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയോട് ഈ വചനം ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 38 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വാക്യം വരെ നമുക്ക് ആദ്യമായിട്ട് നമുക്കത് വായിക്കാം. Isaiah chapter 38 verses 1, 2 and 3. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഇവിടെ നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കേണ്ട വചനത്തിന്റെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ. ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ ഹെസക്കിയാവിന്റെ രോഗവും പ്രാർത്ഥനയും വിടുതലിന്റെ വിഷയമാണ് ധ്യാനിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനാ ദൈവാത്മാവ് നമുക്ക് ഈ പഴയ നിയമം തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നടപ്പ്, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് അവരെക്കാട്ടും ഒരു ഉയർന്ന നിലവാരത്തിലേക്കാ വരേണ്ടത്. അവർ നടന്ന പോൽ മാത്രമല്ല, അതിനെക്കാട്ടും ഒരു ഉയർന്ന നിലവാരം. നമ്മൾ ചിലപ്പം പഴയ നിയമത്തിന്റെ കാര്യങ്ങൾ നോക്കി അതനുസരിച്ച് നടക്കാൻ തോന്നും. ഞാൻ ഉദാഹരണമായ ഒരു കാര്യം പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളിൽ ചിലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, 2-3 പേർ എവിടെ കൂടിയാലും ദൈവമേ നിന്റെ സാന്നിധ്യം അവരുടെ ഇടയ്ക്കുണ്ടല്ലോ. നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞ ഒരു വിഷയം. ഇന്നും ചിലർ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ? വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്ന് അത് തന്നെയാണോ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് ദൈവം പെന്തിക്കോസിന്റെ നാളിൽ ഇറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച വിഷയമാണ് 2-3 പേർ കൂടി വരുമ്പോൾ. ഇന്നും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ 2-3 പേർ കൂടി വന്നാലേ ഒക്കുവോ? ഒരു ചോദ്യം. 2-3 പേർ കൂടിയാൽ മാത്രമേ ദൈവ സാന്നിധ്യം ഉള്ളോ? അതോ ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കത്തില്ലയോ? ദൈവത്തിന് 2-3 പേരുടെ കോറം വേണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ജയിലുകളിലായിരിക്കുന്ന ഭക്തന്മാർ, അവരുടെ കൂടെ ദൈവമില്ലല്ലോ. പ്രതികൂലം അനുഭവിക്കുന്ന എത്ര ഭക്തന്മാരുണ്ട്, അവരുടെ കൂടെ ദൈവമില്ലയോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന്റെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇന്ന് ഇവിടെ ഹെസക്കിയാവിന്റെ രോഗത്തിന്റെ വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. പഴയ നിയമ ഭക്തനാ. നമ്മൾ അതിന്റെ 37 അധ്യായം ശ്രദ്ധിച്ചപ്പം അവിടെ ഹെസക്കിയാവിന്റെ വിരോധം, ആ യഹൂദയുടെ വിരോധമായി ശത്രു ഒരു എഴുത്തയച്ചിട്ടുണ്ട്. നമ്മൾ ആ അധ്യായത്തിൽ നിന്ന് എത്ര കാര്യങ്ങൾ പഠിച്ചു. ശത്രു നേരിട്ട് വലിയ സൈന്യമായി വന്നു, അത് കഴിഞ്ഞിട്ട് എഴുത്തയച്ചേക്കുന്നു. ദൈവദാസൻ ദൈവസന്നിധിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥന കേട്ടു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹെസക്കിയാവ് ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നടക്കുന്ന ഒരു രാജാവാ. യഹൂദ ജനത്തിനെ മടക്കി കൊണ്ടുവരിക.
ആലയത്തെ ശുദ്ധീകരിച്ചു. ദൈവ പ്രമാണം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അങ്ങനത്തെ ഹെസക്കിയാവ്. ഇവിടെ 38 ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അവിടെ നിന്നേ, ആ കാലത്ത് ഇങ്ങനത്തെ ഹെസക്കിയാവിന് മരിക്കാൻ പോവാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സിക്ക് അൺ ടു ഡെത്ത്, മരിക്കാൻ പോവാ. വിടുതലില്ല. ഇതൊരു ചെറിയ പനിയല്ല. അത് രോഗം ഏതാന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനെ കുഴിച്ച് തപ്പി പോകേണ്ട ആവശ്യവുമില്ല. ദൈവാത്മാവ് സ്പഷ്ടമായി പറയുന്നു, ഇങ്ങനത്തെ ഒരു ഹെസക്കിയാവ് രോഗിയായി മരണക്കിടക്കയില, രോഗക്കിടക്ക മരണക്കിടക്കയായി മാറാൻ പോവാ. ഇങ്ങനത്തെ ഹെസക്കിയാവിന് ഇങ്ങനെ അസുഖം എങ്ങനെ വന്നു? ഒന്ന് നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഭൗതിക നന്മ പ്രസംഗിക്കുന്നവര് ഇവരോടൊന്ന് ചോദിച്ചാൽ മതി, ഹെസക്കിയാവിന് എങ്ങനെ രോഗം പിടിച്ചു? ഇവർ എപ്പോഴും പറയുന്ന രോഗം ശാപമില്ലയോ? ദൈവമക്കൾക്ക് രോഗം വരാൻ പാടില്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല, ഇത് ശാപമാ, വിടുതൽ വേണം, മറ്റേതും മറിച്ച് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്. ഹെസക്കിയാവ് എങ്ങനെ രോഗിയായിന്നെ? അല്ല പാപം ചെയ്തോ? ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹെസക്കിയാവ് രോഗിയായി. അത് മാത്രമല്ല, അവൻ മരിക്കാൻ പോവുക. ദൈവത്തിന്റെ അഭിഷിക്തൻ വന്നിട്ട് എന്തുവാ പറയുന്നേ? ആ 1-ാമത്തെ വാക്യം തന്നെ വായിച്ചേ. യെശയ്യാ പ്രവാചകൻ വന്ന് ദൈവദാസനോട് എന്തുവാ പറയുന്നേ? ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങനെ ഒരു കർത്താവിന്റെ ദാസൻ ഏതെങ്കിലും വിശ്വാസിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നേ? ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ഇല്ല, പോകാനുള്ള ഒരുക്കം ചെയ്തു കൊള്ളുക, മരണം അടുത്തു. ഏതെങ്കിലും വിശ്വാസിയുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ കേറ്റുമോ? കാരണം ഇന്നത്തെ വിശ്വാസികളുടെ വീട്ടിൽ ചെന്നാൽ അവർ ഒറ്റ ഒരു കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, പ്രാർത്ഥിച്ചാട്ട് വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി. ദൈവം സൗഖ്യമാക്കും. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ബന്ധനങ്ങളെല്ലാം മാറട്ടെ, ശാപങ്ങളെല്ലാം മാറട്ടെ, നമുക്ക് ആരാധിക്കാം. ആരാധിച്ച് ബന്ധനവും പിശാചിനെ എല്ലാം ഓടിപ്പിക്കണം നമുക്ക് ഇവിടുന്ന്. എന്നാലേ ആ വീട്ടിൽ പിന്നെ കയറാൻ ഒക്കത്തുള്ളൂ. ഇന്ന് സത്യം നേരിട്ട് പറഞ്ഞാൽ, ഞാൻ വിശ്വാസികളുടെ കാര്യം പറയാ, ഇഷ്ടപ്പെടത്തില്ല. ദൈവദാസൻ വന്ന് പറയുക, സാറേ ഗ്രഹത്തെ ക്രമപ്പെടുത്തിക്കോ, പോകാനുള്ള സമയം അടുത്തു. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ജലത്തിൽ സ്നാനം എടുത്തു, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, തിരുമേശയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഈ രോഗത്തിൽ നിന്ന് വിടുതലില്ല, നിന്റെ ഗ്രഹത്തെ ഒരുക്കിക്കോളാൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? എപ്പോഴും വിടുതലില്ലയോ ആഗ്രഹിക്കുന്നേ? നമ്മൾ എന്തോ ചെയ്യും? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ദൈവത്തിന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ സ്പഷ്ടമായി ദൈവം അറിയിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം. നമ്മുടെ ജീവനും മരണവും ദൈവത്തിന്റെ കയ്യിലാണ്. ഡോക്ടേഴ്സ് എത്ര ശ്രമിച്ചാലും, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഡോക്ടേഴ്സിന്റെ കയ്യിലല്ല. ആരും അക്കാലമായി മരിക്കത്തുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്ന് വരണം ദൈവം തീരുമാനിക്കുന്നു. നമ്മൾ ഏത് നിമിഷമായി ഇവിടുന്ന് പോകേണ്ടത് അത് ദൈവമാ തീരുമാനിക്കുന്നത്. 5:15 5:30 5:45 അതോ 5 കഴിഞ്ഞ് 3 മിനിറ്റ് ആവുമ്പോഴാണോ?
അത് ദൈവമാ തീരുമാനിക്കുന്നത്. ആർക്കും അതിനെ തിരുത്താൻ കഴിയത്തില്ല. ഇനി അടുത്തത്, ദൈവം തീരുമാനിച്ചത് നമുക്ക് സ്വീകാര്യമാണോ? എന്നോട് ഇങ്ങനെ ദൈവം പറഞ്ഞാൽ എൻ്റെ പ്രതികരണം എന്താ? എൻ്റെ റിയാക്ഷൻസ് എന്താ? ഇവിടെ ഹെസക്കിയാവ് ചെയ്യുന്നത് എന്താ? 2-ാമത്തെ വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇനി ഹെസക്കിയാവ് ചെയ്യുന്നത്, അവന്റെ മുഖം, he turned his face toward the wall. മലയാളത്തിൽ ചുവരിന്റെ നേരെ മുഖം തിരിച്ചു. ഇനി ഒരു കാര്യം, ആഴമായ ഒരു സത്യമാ, ചിലർക്ക് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയാൻ മുമ്പേ ദൈവം ഒരുങ്ങാനുള്ള അവസരം കൊടുക്കും. ചിലർക്കേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ല. അഹമ്മദാബാദ് എയർ ഇന്ത്യ എയർ ക്രാഷിൽ 270 പേർക്ക് അവസരം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം, ഒരു സംഭവം പറയുന്നതേ ഉള്ളൂ. അവർക്ക് അവസരം ദൈവം കൊടുത്തില്ല. അതിൽ ഒരുവൻ മാത്രമാ നടന്ന് വെളിയിൽ വന്നത്. ചിലർക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന മുമ്പേ ഗ്രഹത്തെ ക്രമത്തിലാക്കുവാൻ ദൈവം അവസരം നൽകും. ചിലർക്ക് ആ അവസരം പോലും ഇല്ല. അതുകൊണ്ട് ഏത് നിമിഷവും പോകാനുള്ള ആ ഒരുക്കം നമുക്ക് വേണം. ഏത് നിമിഷമാ. ചിലർ രോഗികളായി മരിക്കുന്നു, ചിലർക്ക് ഒരു രോഗവുമില്ല, അവരറിയുന്നത് പോലും ഇല്ല അടുത്ത നിമിഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന. നിങ്ങൾ എയർപോർട്ടിൽ പോകുന്നത് നമുക്കറിയാമല്ലോ, പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. എയർപോർട്ടിൽ ചെന്നാൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗേജ് എല്ലാം കൊടുത്തു, സെക്യൂരിറ്റി ക്ലിയറൻസ്, നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസിൽ എങ്ങോട്ടാ പോകുന്നത്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, ഗേറ്റ്, ബോർഡിംഗ് സോൺ, സീറ്റ് നമ്പർ, ബോർഡിംഗ് ടൈം എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡിംഗ് ഗേറ്റിൽ എത്തുമ്പോൾ നമ്മുടെ ബോർഡിംഗ് കാർഡ്, പാസ് ചെക്ക് ചെയ്യും. പ്ലസ് നമ്മളെ വെളിയിൽ പോകാമെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്ലെയിനെ ഇറങ്ങി സേഫ്റ്റി ഡെമോൺസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വാതിൽ അടക്കിച്ചിട്ട്, അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ അവർ അറിഞ്ഞില്ല അവർ ഗാറ്റ്വിക്കിലേക്കല്ല പോകുന്നത്. അവർക്ക് സമയം കിട്ടിയില്ല. നമുക്ക് കിട്ടുമോ? യാഥാർത്ഥ്യങ്ങളാ. നിന്റെ ഭവനത്തെ ക്രമത്തിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നത് നമ്മുടെ ഭവനത്തെ ക്രമപ്പെടുത്താൻ. ഭവനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനേ, നമ്മളെ തകർക്കാനല്ല. ഇത് ശാപമല്ലെന്നേ. ഇത് മാനസാന്തരപ്പെടാത്തവർ, ദൈവത്തെ അറിയാത്തവർ, ദൈവമായി ഒരു ബന്ധമില്ലാത്തവരാ പറയുന്നത്. ഇത് ശാപമാ. ഇവർക്ക് ദൈവമായി ഇതുവരെ ഒരു ബന്ധമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ ജീവിതത്തിൽ ഇനി ഏത് ശാപം? ഇത് അവന്റെ ഒരുക്കത്തിനുള്ള സമയമാ. ഇവിടെ ഈ വാർത്ത കേട്ടപ്പം ഹെസക്കിയാവ് ചെയ്തത് എന്താ? ആൾക്കാർ ആരോടും എങ്ങോട്ടും നോക്കുന്നില്ല. നമ്മളാണെങ്കിൽ നമ്മൾ നോക്കും, ആരൊക്കെ വരുന്നുണ്ട്, നമ്മളെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട്. ഇവർ വന്നില്ലല്ലോ, എൻ്റെ ഈ വേദനയുടെ സമയത്ത് ഇവർ വന്നില്ലല്ലോ. രോഗത്തിന്റെ പ്രയാസം കാട്ടും കൂടുതൽ ഹൃദയത്തിന്റെ വേദനയാ. അത് താങ്ങാൻ കഴിയുന്നില്ല. പിന്നെ അകത്ത് നിരാശയും വൈരാഗ്യവും ദുഃഖവും സങ്കടവും എല്ലാം ഉണ്ട്. രോഗക്കിടക്ക എത്ര അനുഗ്രഹത്തിന്റെ ഒരു അവസരമാ. ദൈവമായിട്ട് ഒന്ന് അടുപ്പാനുള്ള സമയം. ശരീരത്തിൽ പ്രയാസമുണ്ട്, രോഗം മാത്രമല്ല, പ്രതികൂലം, പ്രയാസങ്ങൾ ഏത് വന്നോട്ടെ. ഇവർ ഹെസക്കിയ വേറെ എങ്ങും നോക്കുന്നില്ല. മുഖം മാറ്റി, turned his face toward the wall, മതിലിന്റെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക, അങ്ങോട്ട് നോക്കുക. എനിക്കിനി ആരോടും സംസാരിക്കണ്ട, ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിച്ചോളാം. കഴിഞ്ഞ അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഇരിക്കുക. ആ എഴുത്ത് വിടർത്തി ദൈവസന്നിധിയിൽ വെച്ചേക്കുക. ഇത് പഴയ നിയമഭക്തനാ. രോഗം വന്നപ്പോൾ ആലയത്തിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, സാരമില്ല, ഞാൻ ദൈവത്തോട് സംസാരിക്കാം.
ഇനി സംസാരിക്കുമ്പോൾ എന്തുവാ പ്രാർത്ഥിച്ചത്? ഹെസക്കിയാവ് എന്തുവാ പ്രാർത്ഥിക്കുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. അയ്യോ യഹോവേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഇത് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ഹെസക്കിയാവ് കരയുക. ഒന്ന് നിന്നേ. ദൈവത്തിന്റെ ആത്മാവ് ഹെസക്കിയാവിന്റെ പ്രാർത്ഥന നമ്മുടെ മുമ്പേ വിടർത്തി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി വെപ്റ്റ് സോ, ഏങ്ങൽ അടിച്ച് കരയുക. ഹെസക്കിയാവ് അങ്ങനെ കരയുമ്പോൾ അവൻ പറയുന്നത് എന്താ? ഒന്നുകൂടെ വായിച്ചേ. എന്തോ പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നത്. അയ്യോ യഹോവേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട് ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ ഞാൻ നടന്നു. നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് നീ ഓർക്കണമേന്ന്, എന്നെ ക്ഷമിക്കണം എന്നല്ല പറയുന്നത്. എന്റെ കുറവുകളെ, എന്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ. നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഈ ബന്ധനങ്ങൾ, പോരാട്ടങ്ങളെല്ലാം മാറ്റണമേ. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം ഞാൻ തകർക്കുന്നു എന്ന്. ഇതൊന്നുമല്ല ഹെസക്കിയാവ് പറയുന്നത്, ഇത് നമ്മളാ പറയുന്നത്. ആണോ? ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത്? ഹെസക്കിയാവ് പ്രാർത്ഥിക്കുന്നത്. സോ ഇനി നമ്മൾ ചിന്തിക്കും, നമ്മളും ഇങ്ങനെ ഇല്ലയോ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഇനി തൊട്ട് ഞാൻ ഹെസക്കിയാവ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. ചിലർ അങ്ങനെയും പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഈ പ്രശ്നം വന്നേക്കുന്നത്? ഞാൻ ഇത്രയും നല്ലവ, ഞാൻ സ്ഥിരമായി വേദോസ്തം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരോടും ഒരു തിന്മയും ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സെൽഫ് പിറ്റി പറഞ്ഞ സ്വയത്തിനുള്ള ആ ദയ വെച്ചുകൊണ്ട് അങ്കരയും വ്യാകുലപ്പടയും. സോ ഇവിടെ ഹെസക്കിയാവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? അതോ പ്രയാസം കൂടത്തേ ഉള്ളോ? ഒന്ന് ശ്രദ്ധിച്ചേ. ഹെസക്കിയാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ പുറയിലുള്ള കാരണം, പഴയ നിയമ ഭക്തന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടി എന്താ? ലേവി വ്യവസ്ഥ 26-ാമത്തെ അധ്യായവും ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 28-ാമത്തെ അധ്യായം, ഇത് രണ്ടും വായിച്ചാൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ചെയ്ത ഉടമ്പടി നമുക്ക് മനസ്സിലാകും. ലെവിറ്റിക്കസ് 26 ആൻഡ് ഡ്യൂട്രോണമി 28. ദൈവം ഇവരോട് ഉടമ്പടി എന്തുവാ ചെയ്തേ? എൻ്റെ പ്രമാണത്തെ, എൻ്റെ നിയമങ്ങളെ, എൻ്റെ ന്യായത്തെ നിങ്ങൾ അനുസരിച്ചാൽ, പാലിച്ചാൽ, നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ അനുഗ്രഹം കാണും. അത് ലംഘിച്ചാൽ ശാപവുമുണ്ട്. അനുസരിച്ചാൽ ജാതികളുടെ ഒരു രോഗവും നിങ്ങളെ പുറത്തു വരുത്തില്ല. ജാതികൾ നിങ്ങളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തത്തേ ഉള്ളൂ. പക്ഷെ ലംഘിച്ചാൽ ശാപവും ബന്ധനവും എല്ലാം ഉണ്ട്. ഇതാ പഴയ നിയമ ഉടമ്പടി. ഇത് വെച്ചോണ്ടാ ഹെസക്കിയാവ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിന്റെ പ്രമാണം അനുസരിച്ച്. ഒന്നുകൂടെ വായിച്ച് അതിന്റെ 3-ാമത്തെ വാക്യം. ഓരോ വാക്ക് പറയുന്നത്. അയ്യോ യഹോവേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട് ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ ഞാൻ നടന്നതാ. നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അന്ന് ഓർക്കണമേ കർത്താവേ. എത്ര ശ്രദ്ധയോടെ ഹെസക്കിയാവ് തന്റെ ജീവിതത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ധൈര്യം കിട്ടുന്നത്, ഈ പ്രാഗൽഭ്യം കിട്ടുന്നത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ. ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ പോകണമെങ്കിൽ നമ്മുടെ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഒക്കൂ. എൻ്റെ മനസാക്ഷി എന്നെ
കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ധൈര്യം കിട്ടത്തില്ല. പിന്നെ എൻ്റെ കൂടെ 2 പേർ വേണം ദൈവസന്നിധിയിൽ പോകാൻ. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. കാരണം മനസാക്ഷി തന്നെ കുറ്റം വിധിക്കുന്നുണ്ട്. ദൈവം പ്രമാണത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രമാണം രാജാവ് അതിൻ്റെ ഒരു കോപ്പി കൂടെ വെച്ച് എല്ലാ പ്രാവശ്യവും അത് വായിച്ച് ധ്യാനിച്ച് അത് വെച്ചുകൊണ്ട് വേണം ഓരോ തീരുമാനങ്ങൾ ചെയ്യാൻ. ഹെസക്കിയാവ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഹെസക്കിയാവിന് അധികാരമുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. നമുക്കോ അങ്ങനെ പ്രാർത്ഥിക്കാമോ? ഇങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ പിന്നെ സ്നാനപ്പെട്ടത് എന്തിന്? തിരുമേശയിൽ എന്തിനാ പങ്കെടുക്കുന്നത്? യേശുവിനെ കർത്താവും രക്ഷകനായിട്ട് എന്തിനാ സ്വീകരിച്ചത്? യേശുവിനെ കർത്താവും രക്ഷകനായി സ്വീകരിച്ച് ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് തിരുമേശയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു അധികാരവും ദൈവം തന്നിട്ടില്ല. ഒരു അധികാരവും ഇല്ല. നമ്മുടെ സ്വയം നീതി വെച്ച് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ ഇന്ന് ദൈവ പൈതലായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ മാത്രം. ക്രിസ്തു നിമിത്തം നമുക്ക് നീതീകരണം കിട്ടിയതാ. നമുക്ക് ഹെസക്കിയാവിന്റെ പോലെ പ്രാർത്ഥിക്കാൻ അവകാശമില്ല. നമ്മുടെ ഏത് നടപ്പാ, നമ്മുടെ ചിന്തയും നടപ്പും എല്ലാം നോക്കിയാൽ ദൈവത്തിന്റെ കൃപയില്ലയോ, ദൈവത്തിന്റെ കരുണയില്ലയോ? അടുത്തത് വായിച്ച 2 തിമോത്തിയോസ് 1:10, 2 തിമോത്തി 1:10. 2 തിമോത്തി അതിന്റെ 9 വായിച്ച് 9ഉം 10ഉം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. സോ മരണത്തെ നീക്കി. പഴയ നിയമ ഭക്തന് മരണഭീതിയുണ്ട്. പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല. നിത്യതയുടെ ആ വെളിപ്പാട് അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാട് പ്രമാണം അനുസരിച്ച് ജീവിക്കുക. നമുക്കോ? അടുത്തത് വായിച്ച എബ്രായർ 2:14-15. എബ്രായർ 2:14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇവിടെ എഴുതിയേക്കുന്നേ, and deliver them who through fear of death were all their lifetime subject to bondage. മലയാളത്തിൽ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇത് പഴയ നിയമ ഭക്തന്മാരാ. മരണഭീതിയുണ്ട്, അതുകൊണ്ടാ പ്രാർത്ഥിക്കുന്നേ, അതുകൊണ്ടാ കരയുന്നത്. മരണത്തിന്ന് ആ ഭീതിന്ന് വിടുതൽ പ്രാപിച്ചവൻ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? മരണഭീതിന്ന് വിടുതൽ പ്രാപിച്ചവൻ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ ഹെസക്കിയാവിന്റെ പ്രാർത്ഥനയൊന്ന് നോക്കിക്കേ. മരണഭീതിയുണ്ട്, പ്രമാണത്തിന്റെ ആ ശാപം മുമ്പേ ഉണ്ട്. എന്നാലും ഹെസക്കിയ പ്രമാണം അനുസരിച്ച് നടന്നു. തിരിച്ച് നമുക്ക് യെശയ്യയിൽ വരാം. യെശയ്യ 38-ാമത്തെ അധ്യായം അതിന്റെ 4-5. ഇതിനു മുമ്പേ ഹെസക്കിയാവ് കരയുന്ന ആ ദൃശ്യം ഒന്ന് നോക്കിക്കേ. കരയാൻ അവകാശമുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? അങ്ങനത്തെ പ്രാർത്ഥന കേൾക്കുമോ? ഹെസക്കിയാവിന്റെ അന്നത്തെ പ്രാർത്ഥന നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? അതോ തീച്ചൂളകളെ തീ ഇനിയും കൂട്ടുമോ? വായിച്ച അതിന്റെ 4-5. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ,
അരുളപ്പാട് എന്തുവാ ഉണ്ടായ നീ പ്രാർത്ഥിച്ചപ്പോ? ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, ആഹാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഇനിയും ഒരു കാര്യം കേൾക്കണം ഹെസക്കിയാവേ, ഞാൻ പ്രാർത്ഥനയെല്ലാം കേട്ടു. 15 വർഷം കൂടെ നിനക്ക് നീട്ടി തന്നിരിക്കുന്നു. ഇത് വായിച്ചിട്ട് ചിലർ പ്രാർത്ഥിക്കുന്ന, കർത്താവെ എനിക്കും ഒന്ന് നീണ്ട ആയുസ്, ഒന്ന് നീണ്ട ആയുസ്. അകത്തൊരാഗ്രഹമുണ്ട്, ഇപ്പം മരണം വരല്ലേ, ഒരു നീണ്ട ആയുസ്. എന്നാ പിന്നെ ഒരു ചോദ്യം, എത്ര? ആദാം ജീവിച്ച പോലെ 930 വേണോ? മെത്തുസല ജീവിച്ച അത്രയും വേണോ? വേണ്ട. അബ്രഹാം ജീവിച്ച 175 വർഷം വേണോ? മക്കൾ ഇപ്പോഴേ തന്നെ പറയുന്നു എന്നാ പോകുന്നേ. പക്ഷെ നമ്മുടെ ആഗ്രഹം കുറെ നാളുടെ ഇവിടെ ജീവിക്കണം. ദൈവം 15 വർഷം കൂടെ ഹെസക്കിയാവിന് നീട്ടിക്കൊടുത്തു. അത് നീട്ടിക്കൊടുക്കുമ്പോൾ എന്തോ ഉറപ്പ്, എന്തോ സത്യം. 15 ഇന്ന് തൊട്ട് 15 ആവുമ്പോൾ നീ മരിക്കുന്ന നിശ്ചയം. നിനക്ക് എണ്ണി 15 തന്നിട്ടുണ്ട്, എണ്ണി 15 തന്നിട്ടുണ്ട്. നീ മരിക്കുന്ന നിശ്ചയം 15 വർഷം മാത്രമേ ഉള്ളൂ. നിനക്ക് നീണ്ട ആയുസില്ല, 15 മാത്രം തന്നേക്കുക. ദൈവം നമുക്കും 15 മാത്രം തന്നാൽ, 20 മാത്രം തന്നാൽ, 5 മാത്രം തന്നാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ആഗ്രഹമുണ്ട്, കർത്താവ് ഈ ബ്രാക്കറ്റ് ഇട്ട് 15 തരല്ലേ. ബ്രാക്കറ്റ് ഒന്നും വേണ്ട, നീണ്ട ആയുസങ്ങ് തന്നാ മതി. ഹെസക്കിയാവിന് 15 വർഷം. 15 കൂട്ടി കിട്ടിയോണ്ട് ഉണ്ടായ പ്രയാസം നമുക്ക് പിന്നെ കാണാം. പക്ഷെ ആ 15 നീട്ടി കിട്ടിയപ്പം അതിന്റെ 6 തൊട്ട് വായിച്ച് 6-ാമത്തെ വാക്യം തൊട്ട്, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവേ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് എനിക്കൊരു അടയാളമാകും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നീളിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. സോ ഇവിടെ ദൈവം ഒരു അടയാളം കൂടെ കൊടുത്തു. ചിലരുണ്ട് അതിന്റെ ആഴങ്ങളെ തപ്പാൻ പോകുന്നത്. പക്ഷെ ഇതിന്ന് മനസ്സിലാക്കണം, സത്യം എന്താ? ഒരടയാളമാ. ആ നിഴൽ മുന്നോട്ട് പോകുന്നില്ല, പുറോട്ടാ പോകുന്നു. നിന്റെ ആയുസ് നീ ഭാരപ്പെടണ്ട. ഈ അടയാളം നീ നോക്കിയോ, ആയുസ് നീട്ടിയിട്ടുണ്ട് 15 മാത്രം. സോ ഇനിയും ആ 15 നീട്ടിയപ്പം അടുത്തത് എന്താ? അതിന്റെ 9-ാമത്തെ വാക്യം, യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത്. അവൻ സുഖമായി, അവന് പൂർണ്ണ സുഖമായി. അത് കഴിഞ്ഞിട്ട് ഹെസക്കിയാവ് ഒരു എഴുത്ത് എഴുതുക. ആ എഴുത്ത് എന്തുവാ വായിച്ചേ? എന്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു. എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടിവെക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തുകളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ഉഷസ്സുവരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എന്റെ അസ്ഥികളെ എല്ലാം തകർത്തു കളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവു പോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് ഇടനിൽക്കണമേ. ഞാൻ എന്തു പറയേണ്ടു? അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ തന്നെ നിവർത്തിച്ചുമിരിക്കുന്നു. എന്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എന്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും.
കർത്താവെ, അതിനാൽ മനുഷ്യൻ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഒന്ന് നിന്നെ ഇത്രയും ഹെസക്കിയാവ് എഴുതി. ഇതിൻ്റെ അർത്ഥം എന്താ? ഹെസക്കിയാവിൻ്റെ അകത്തെ ചിന്തകൾ എന്താ? ദൈവം അവന് വിടുതൽ കൊടുത്തപ്പം പറയുന്നത് എന്താ? നമ്മുടെ ജീവിതങ്ങളിലും ദൈവം എത്ര അവസരങ്ങളിൽ വിടുതൽ തന്നിട്ടുണ്ട്, സൗഖ്യം തന്നിട്ടുണ്ട്. അതെന്തിനാ തന്നത്? വിടുതൽ തരാതെ തന്നെ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റാമായിരുന്നല്ലോ. രോഗക്കിടക്കയിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ തന്നിട്ടുണ്ടോ? ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? പൂർണ്ണ സൗഖ്യം ദൈവം തന്നത് എൻ്റെ നടപ്പും എൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം വരാനായിരുന്നു, ദൈവത്തോട് അടുപ്പാനായിരുന്നു, ആത്മീയ ജീവിതത്തിൽ ആ പക്വത പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ പഴയ നിയമ ഭക്തൻ, അവർക്ക് ഈ പ്രത്യാശയില്ല. ഒരു നിത്യതയുണ്ട്. നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ പ്രത്യാശ പോലത്തെ പ്രത്യാശയല്ലല്ലോ അവർക്ക്. അവർക്ക് വാഗ്ദാനങ്ങളേ ഉള്ളൂ. വാഗ്ദാന നിവർത്തി അവർക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. പുതിയ നിയമ ഭക്തൻ, അവന് വിടുതൽ കിട്ടുന്നില്ലെങ്കിലും അവൻ പറയുന്നത് എന്താ? വായിച്ച 1 കൊരിന്ത്യർ 15:53 തൊട്ട് നമുക്ക് വായിക്കാം. 1 Corinthians chapter 15 verse 53 onwards. 1 കൊരിന്ത്യർ 15:53 തൊട്ട് വായിക്കാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. മരണം മാറി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം അത് മലയാളത്തില് നിവൃത്തിയാകും. മരണം മാറി ജയം വന്നു എന്ന് മലയാളത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. മരണം നീങ്ങി. പക്ഷെ ഇംഗ്ലീഷിലാണെങ്കിൽ ഡെത്ത് ഈസ് swallowed അപ്പ് ഇൻ വിക്ടറി. അതിന്റെ അർത്ഥം ജയത്തിൽ മരണത്തെ മിഴുങ്ങീന. ജയം എന്തോ ചെയ്തു? മരണത്തെ വിഴുങ്ങീന. ഡെത്ത് ഈസ് swallowed അപ്പ് ഇൻ വിക്ടറി. മലയാളത്തിൽ ആ വാക്ക് ശരിയല്ല. മരണം മാറിനല്ല, മരണത്തെ ജയം എന്തോ ചെയ്തിട്ടുണ്ട്? മിഴുങ്ങിയിട്ടുണ്ട്. ഇതാ പുതിയ നിയമ ഭക്തന്റെ കാഴ്ചപ്പാട്. ഭക്തന്റെ മരണം തോൽവി അല്ല, ജയമാ. രക്തസാക്ഷികളെ ഒന്ന് നോക്കിക്കേ, അവർ മരണത്തെ കണ്ട് ഭയപ്പെട്ടില്ലല്ലോ. ജയം മരണത്തെ മിഴുങ്ങി. ദൈവാത്മാവി ആഴമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഞാൻ എത്ര വചനം പ്രസംഗിച്ചാലും ദൈവാത്മാവ് വെളിപ്പെടുത്തി തരേണ്ടത്. ജയം മരണത്തെ വിഴുങ്ങിനെ. അതുകൊണ്ടാ ദൈവ പൈതൽ അതിന്റെ 55 വായിച്ചേ പറയുന്നത്, ഹേ മരണമേ, മരണമേ നിന്റെ ജയം എവിടെ? നിന്റെ മരണമേ. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ? മരണമേ നിന്റെ ജയം എവിടെ? അതിന്റെ താഴെ ഹേ മരണമേ നിന്റെ ജയം എവിടെ? നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള് എവിടെ? നിന്റെ വിഷമങ്ങൾ എവിടെ? വിഷമുള്ള് എവിടെ?
മരണത്തിന്റെ വിഷമുള്ള പാപം, പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ആഹാ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആഹാ. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ഒന്ന് നിന്നേ, ഇതിലോ പുതിയ നിയമ ഭക്തൻ പറയുന്നത്. ഈ സത്യം അറിഞ്ഞുകൊണ്ടില്ലയോ നമ്മുടെ പിതാക്കന്മാർ ദൈവാത്മാവിന്റെ പ്രേരണയാൽ ആ പാട്ട് എഴുതിയത്? പാതാളമേ, മരണമേ, നിന്റെ ജയം എവിടെ? നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. ഹെസക്കിയാവിന്റെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന. ഹെസക്കിയാവിന്റെ പക്വത, നമ്മുടെ പക്വത. പഴയ നിയമ ഭക്തനെക്കാട്ടും കൂടുതൽ പക്വത നമ്മൾ പ്രാപിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലായ ഒരു ഭക്തൻ, രോഗം വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, പ്രതികൂലം വന്നോട്ടെ, മരണമേ, നിന്റെ ജയം എവിടെ? ജയം മരണത്തെ വിഴുങ്ങിയെന്ന്. ഈ സത്യം മനസ്സിലായവർ മാത്രമേ ഈ വിശ്വാസത്തിനു വേണ്ടി വില കൊടുക്കാൻ നിൽക്കത്തുള്ളൂ, കഴിയത്തുള്ളൂ. ഇവർ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം അനുഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കരഞ്ഞ് മോങ്ങി ഭാരപ്പെട്ട് നിരാശപ്പെട്ട് എങ്ങനെയോ മുന്നോട്ട് പോവുക. മക്കൾ തന്നെ പറയുന്നത് നമുക്ക് ഈ വിശ്വാസമേ വേണ്ട. നമ്മുടെ പിതാക്കന്മാരെങ്ങനെ നടന്നു? നമ്മുടെ നടപ്പ്. യെശയ്യാ 38:21 വാക്യം നമുക്ക് വായിക്കാം. ഐസയ 38:21. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരിവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. യെശയ്യാവ് പറഞ്ഞിരുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ കയറി ചെല്ലും എന്നതിന് അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു. ചിലർ ഇത് വെച്ചോണ്ട് പറയുന്നേ നമ്മൾ മരുന്ന് കഴിക്കണം. കള്ളുടിയന്മാർ പറയുന്നുണ്ടല്ലോ, കർത്താവില്ലയോ വെള്ളത്തിനെ വീഞ്ഞാക്കിയത്, സോ കള്ളു കുടിക്കുന്നതിൽ എന്താ പ്രയാസം? അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് എടുക്കുന്ന അതിനെ നീതിയിരിക്കാൻ നമ്മൾ ഈ വാക്യമായി എടുക്കുന്നത്. ഹെസക്കിയാവ് സൗഖ്യത്തിന് വേണ്ടി, ഹെസക്കിയാവ് ഞാൻ പറയുമ്പോൾ പഴയ നിയമഭക്തൻ സൗഖ്യത്തിന് വേണ്ടി ഒരു അടയാളം ചോദിച്ചതാ. ഈ അത്തിവൃക്ഷത്തിന്റെ ഇല കാരണമാണോ ഹെസക്കിയാവിന് സൗഖ്യം കിട്ടിയത്, അതോ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവനെ സൗഖ്യമാക്കിയതാണോ? രണ്ടിലൊന്ന് തീരുമാനിച്ചേ. ദൈവം സൗഖ്യമാക്കണമെങ്കിൽ അത്തിയുടെ ഇല വേണോ? ഇത് ഹെസക്കിയാവിന് ഒരു അടയാളമാ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ നടപ്പ് ക്രിസ്തുവിനെ അറിയേണ്ടിയ പോലെ അറിഞ്ഞിട്ടുണ്ടോ? അതോ ക്രിസ്തുവിനെ കുറിച്ച് കുറച്ച് ജ്ഞാനം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് ഒത്തിരി പേർക്ക് കുറെ ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. വാ തുറന്ന ജ്ഞാനത്തിന്റെ വാക്കുകളേ ഉള്ളൂ, ശക്തിയില്ല. നടക്കാൻ പ്രാഗൽഭ്യമില്ല. ജ്ഞാനമുണ്ട്, ജ്ഞാനം വിതുറും, പക്ഷെ നടപ്പിലോ? ഹെസക്കിയാവ് രോഗിയായി. യെശയ്യാ പ്രവാചകനടുത്ത് എത്തി കാര്യങ്ങൾ പറഞ്ഞു. ഹെസക്കിയാവ് പ്രാർത്ഥിക്കുക. ദൈവം അവനെ സൗഖ്യമാക്കിയപ്പം അവന്റെ എഴുത്ത്, അവനൊരടയാളം ചോദിച്ചു, അടയാളം കിട്ടി. ഇതിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് എന്തുവാ സംസാരിക്കുന്നത്? പഴയ നിയമഭക്തന്മാര് പ്രമാണം അനുസരിച്ച് നടന്നു. നമ്മളോ ക്രിസ്തു നിമിത്തമില്ലയോ നമ്മൾ ആ നീതീകരണം പ്രാപിച്ചേക്കുന്നത്? നമ്മുടെ നല്ല പ്രവൃത്തികളല്ലോ. പുകഴുവാൻ വല്ലതും ഉണ്ടോ? ദൈവത്തിന്റെ മുമ്പേ അഹങ്കരിക്കാൻ വല്ലതുമുണ്ടോ? നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കഴിവുകളാണോ, അതോ ദൈവത്തിന്റെ കൃപയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഈ രീതിയിൽ വചനം പറഞ്ഞാൽ ദേഷ്യം വരും, പക്ഷെ ഇനി ഉറക്കം വരത്തില്ല. കാരണം സത്യം
ദൈവാത്മാ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയത്തില്ല. കാരണം ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് നേരെയാ ദൈവത്തിന്റെ വചനത്തിന്റെ ആ വാള് വരുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവടുത്തു. നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മളെ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാം. കർത്താവിന്റെ വരവാണോ അതോ നമ്മുടെ മരണമാണോ, ഈ ഭൂമിയിലുള്ള വേർപാടാണോ? നമ്മൾ അറിയുന്നില്ല ആദ്യമേ ഏതാ. പക്ഷെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോണം. നമ്മളെ തന്നെ ഒരുക്കാം. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നിന്റെ വചനത്തിന് മുമ്പേ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. സ്തോത്രം കർത്താവേ. വരുന്ന ദിവസങ്ങളിൽ നിന്റെ ഹിതപ്രകാരം നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. കർത്താവെ, കഴിഞ്ഞ ദിവസം അക്കോലയിലുള്ള മീറ്റിംഗ്സിൽ നീ അനുഗ്രഹിച്ചു. നാളെ തൊട്ട് ജാൽനയിലുള്ള മീറ്റിംഗ്സിൽ നീ പ്രവർത്തിക്കണമേ. വരുന്നവർ ഓരോരുത്തരും നിന്റെ ശബ്ദം കേൾക്കുവാൻ, പുതിയ ആത്മാക്കളെ നിന്നെ അറിയുവാൻ കർത്താവെ നീ പ്രവർത്തിക്കണമേ. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അക്കോള മീറ്റിംഗ്സ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ തൊട്ട് ജാൽനയിൽ 2 ദിവസത്തെ മീറ്റിംഗ്സ് ഉണ്ട്. സോ മഹാരാഷ്ട്രയില നിങ്ങൾ ഈ യോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നാഗ്പൂരിൽ 1 ദിവസത്തെ മീറ്റിംഗ് ഉണ്ട്. സോ ഒത്തിരി പുതിയ ആത്മാക്കളെ ദൈവം തരുന്നുണ്ട്. ഉയർന്ന ജാതികളിൽ നിന്ന് ആത്മാക്കൾ വരുന്നുണ്ട്. സോ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.